ഇതിൽ ഈ പേരിന്റെ പ്രശ്നം തീർന്നില്ല അല്ലേ? തീർന്നില്ല മോനെ, തീർന്നില്ല. സാരല്ല, നമ്മള് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യരാണ്. അപഹസിക്കാം, പരിഹസിക്കാം, പക്ഷെ ഈ മനുഷ്യനെ ഒരിക്കലും നിങ്ങൾക്ക് ജനഹൃദയങ്ങളിൽ നിന്നും മായ്ച്ചു കളയാൻ കഴിയില്ല. പറഞ്ഞു അല്ല, ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ട് മസ്കറ്റ് ഹോട്ടലിൽ നടന്ന പരിപാടിക്ക് സത്യം പറഞ്ഞ എനിക്കിനി സമയമില്ല. ഇത് ആരാ ഈ വാർത്ത പറഞ്ഞു? ഞാൻ കണ്ടില്ലായിരുന്നു. നമുക്ക് ഇന്ന് കുറച്ച് ഇലക്ഷൻ കോമഡികളായാലും ഇലക്ഷൻ കോമഡികൾ ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത് അല്ലെ? ഇന്നലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവ വികാസങ്ങൾ അരങ്ങേറി എന്നുള്ളതാണ്. ഓരോന്ന് എടുത്ത് പറയാനാണെങ്കിൽ മുട്ടൻ കോമഡിയാണ് മക്കളെ. നമുക്ക് ഓരോന്നായി പരിശോധിച്ച് നോക്കാം. അതിനു മുമ്പ് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇലക്ഷൻ കോമഡികൾ ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലെ? അതെല്ലാം ഇപ്പൊ അത്യാവശ്യം സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഇലക്ഷൻ കോമഡികളെല്ലാം നിങ്ങൾ ഏറ്റെടുത്തു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എന്നാൽ ഇപ്പൊ ഒന്ന് രണ്ടിടത്തായിട്ട് ചില കമന്റുകൾ വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇനി എന്താണ് ഒരു പാർട്ടിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? ഇവിടെ മറ്റുള്ള പാർട്ടിക്കാർ എന്തൊക്കെയോ ഇവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട്, അതൊന്നും നിന്റെ ശ്രദ്ധയിൽ പെടുന്നില്ലേ? നിനക്ക് ഒരു പാർട്ടിക്കാരെ മാത്രം ട്രോളാനുള്ളൂ എന്നിപ്പോ പലരും ചോദിക്കുന്നുണ്ട്. വളരെ ന്യായമായ ചോദ്യം തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഇത്തവണത്തെ ഇലക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും മാർക്സിസ്റ്റുകാരാണെങ്കിലും അത്ര വലിയ മണ്ടത്തരങ്ങളൊന്നും കാണിച്ചു കൂട്ടുന്നില്ല. എന്തോ ഇവർ രണ്ടുപേരും ഇപ്പൊ ഭയങ്കര സൈലന്റ് ആണ്. പക്ഷെ നേരെ മറിച്ച് BJP-ക്കാർ കാണിക്കുന്നതോ മണ്ടത്തരങ്ങളോട് മണ്ടത്തരങ്ങൾ. മാത്രമല്ല നാട്ടിലുള്ള സകല ഓൺലൈൻ മീഡിയക്കാർ ഇപ്പൊ BJP-ക്കാരെ പിന്നാലെയാണ്. അവരുടെ വായന എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കാണുന്ന എന്താണ്? ഈ BJP-ക്കാരുടെ മണ്ടത്തരങ്ങൾ മാത്രമാണ്. വളരെ ചുരുക്കം മാത്രമേ മറ്റുള്ള പാർട്ടിക്കാർ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുള്ളൂ. അതാണെങ്കിൽ ട്രോളാനുള്ള വലിയ വകുപ്പുള്ളതായി കാണുന്നില്ല താനും. അതുകൊണ്ടാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് മറ്റുള്ള പാർട്ടിക്കാരെ ട്രോളുന്നതിന് എന്താ കുഴപ്പം? പിന്നെ BJP-നെ പിടിച്ച് ട്രോളുന്നതിനെ കൊണ്ട് ഇപ്പൊ എന്നെ കുറെ ആൾക്കാർ കമ്മിയും ചൂടാപ്പിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊരു പാർട്ടിയുടെ അനുഭാവിത്തല്ല, ഇനി അങ്ങോട്ട് ഉണ്ടാവാനും പോണില്ല. അത് കാലങ്ങളോളായി എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കും. ഏത് പാർട്ടിക്കാരനും ട്രോളാൻ കിട്ടിയാലും ഞാൻ നല്ലോണം ഊക്കി വിടാറുണ്ട്. പിന്നെ ഒട്ടുമിക്ക മലയാളികളുടെ മനസ്സിലുള്ളത് പോലെ തന്നെ ചെറിയ രീതിയിൽ ഒരു BJP വിരോധവും എന്റെ മനസ്സിലുണ്ട്. അതിനുള്ള കാരണം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളൊക്കെ തന്നെ. അപ്പൊ ആ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അധികം വെച്ച് താമസിപ്പിക്കാതെ, അധികം പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് ഇന്നലത്തെ ഇലക്ഷൻ കോമഡികളിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ കോമഡി സംഭവിച്ചിരിക്കുന്നത് വട്ടിയൂർക്കാവിലാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്നല്ലേ? അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആരാണ്? ശ്രീലേഖ IPS. കഴിഞ്ഞ തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന ആളാണ് അല്ലേ? പക്ഷെ ഇത്തവണ പുള്ളിക്കാരെ MLA ആയിട്ട് മത്സരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നലെ വട്ടിയൂർക്കാവിൽ ഒരു വമ്പൻ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൽ വെച്ചുള്ള ഒരു പ്രചരണ പരിപാടിയാണ്. കേന്ദ്രമന്ത്രി S. ജയശങ്കർ ഒക്കെ പങ്കെടുത്ത പരിപാടിയായിരുന്നു അത്. വമ്പ സെറ്റപ്പിലാണ് ഇവർ ഈ പരിപാടി നടത്തിയത്. ആ പരിപാടിയിൽ കേന്ദ്രമന്ത്രിയെ കൂടാതെ തന്നെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനൊക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ആ പരിപാടിയുടെ അജണ്ട എന്ന് പറയുന്നത് ശ്രീലേഖ IPS-നെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി പ്രചരണം നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ ആ പരിപാടിയിൽ വെച്ച് കേന്ദ്രമന്ത്രി പ്രസംഗിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കേന്ദ്രമന്ത്രി എന്താക്കി? രാജീവ് ചന്ദ്രശേഖരന്റെ പേര് എടുത്തു പറഞ്ഞു. പുള്ളിക്കാരനെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ശ്രീലേഖ IPS-നെ പേര് പരാമർശിക്കാൻ പുള്ളിക്കാരന് വിട്ടുപോയി. ഇത് ശ്രീലേഖ IPS-നെ അങ്ങോട്ട് തീരെ പിടിച്ചില്ല. പുള്ളിക്കാരൻ എന്താക്കി? വേദിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ എന്റെ പേര് പരാമർശിക്കാതെ എനിക്ക് വേണ്ടി ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കേണ്ട എന്ന ലൈനായിരുന്നു പുള്ളിക്കാരി. പക്ഷെ അവസാനം എല്ലാവരും കൂടെ അനുനയിപ്പിച്ച് പുള്ളിക്കാരെ വീണ്ടും സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തി കേട്ടോ. എന്തായാലും സംഭവം അതോടൊക്കെ ന്യൂസിൽ ഫ്ലാഷ് ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മുട്ടൻ കോമഡിയാണ് മക്കളെ. നമുക്ക് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഒന്ന് കണ്ടുനോക്കാം. കേന്ദ്രമന്ത്രി S. ജയശങ്കർ പങ്കെടുത്ത തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ പേര് പരാമർശിക്കാത്തതിൽ പ്രകോപിതയായി വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി ശ്രീലേഖ വേദിയിൽ നിറങ്ങിപ്പോയി. ജയശങ്കർ പരാമർശിച്ചത് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് മാത്രമാണ്. പിന്നീട് നേതാക്കൾ അനുനയിപ്പിച്ച് തിരികെ എത്തിക്കുകയായിരുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിന് വേണ്ടി നടത്തിയ പരിപാടിയാണ്. അവിടെയാണ് വട്ടിയൂർക്കാവിലെ BJP സ്ഥാനാർത്ഥിയാണ് ശ്രീലേഖ. അവരുടെ പേര് ഈ പരിപാടിയിൽ പരാമർശിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ശ്രീലേഖയ്ക്കായിട്ട് നടത്തിയ പരിപാടിയാണ്. അവിടെയാണ് S. ജയശങ്കർ പേര് പരാമർശിക്കാതിരുന്നത്. ഇതേ തുടർന്നാണ് ശ്രീലേഖ പ്രകോപിതയായത്. തുടർന്ന് അവര് പ്രതിഷേധിച്ച വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. എന്തൊരവസ്ഥയാണല്ലേ? സ്വന്തം പരിപാടി ബഹിഷ്കരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥി പറഞ്ഞ ശ്രീലേഖ ആയിരിക്കും. എന്നാൽ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ? അവർക്ക് വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്രമന്ത്രി വന്നിട്ട് പോലും അവരുടെ പേര് പരാമർശിച്ചില്ല. ആർക്കാരും ദേഷ്യം വന്നു പോകില്ലേ? ഞാൻ ഈ കാര്യത്തിൽ ശ്രീലേഖന്റെ ഭാഗത്താണ് കേട്ടോ. അവരുടെ പ്രചരണ പരിപാടിക്ക് അവരുടെ പേര് പരാമർശിച്ചില്ല എന്ന് പറഞ്ഞാണെങ്കിൽ എങ്ങനെയാണ് സമ്മതിച്ചു കൊടുക്കുക? ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. എന്തായാലും സംഭവം ന്യൂസ് ഫ്ലാഷ് ആയി കയ്യിൽ നിന്ന് പോയി എന്നറിഞ്ഞതോടെ ഈ പറഞ്ഞ ശ്രീലേഖ IPS എന്താക്കി? ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് അങ്ങ് പ്രകോപിതയായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അത് മുട്ടൻ കോമഡിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു. പറഞ്ഞു അല്ല, ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ട് മസ്കറ്റ് ഹോട്ടലിൽ നടന്ന പരിപാടിക്ക് സത്യം പറഞ്ഞ എനിക്കിനി സമയമില്ല. ഇത് ആരാ ഈ വാർത്ത പറഞ്ഞു? ഞാൻ കണ്ടില്ലായിരുന്നു. നടന്ന സംഭവമല്ലേ? അങ്ങനെ ഒരു അതിർത്തി ഉണ്ടായോ? അങ്ങനെ ഉണ്ടായോ? എനിക്കറിയില്ല. രാജീവ് ചന്ദ്രശേഖർ നോക്കുമ്പോൾ താങ്കൾ അവിടെ ഇല്ല, സ്റ്റേജിലില്ല, പോയോ എന്ന് ചോദിക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ. ദൃശ്യങ്ങളടക്കം വന്നിട്ടുണ്ട്. ഞാൻ പോയില്ലല്ലോ, ഞാൻ വന്നില്ലേ. പോയ ശേഷം വീണ്ടും കയറി വരുന്ന ഞാൻ എവിടെ പോയി? സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോയ ശേഷം ഇല്ല. ആരാ? എന്താ? നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ അല്ലേ ചേച്ചി? പാവം, ഒന്നും അറിയാത്തൊരു പഞ്ചപാവം. ഉള്ളത് പറയാലോ. ചേച്ചിക്ക് അഭിനയം തീരെ വശമില്ല.
പറയുന്ന മൊത്തം കള്ളവും. ഒരു രാഷ്ട്രീയക്കാരെ ആയി കഴിഞ്ഞാണെങ്കിൽ വേണ്ട 2 ഗുണങ്ങളാണ്. ഒന്ന്, നന്നായി അഭിനയിക്കാൻ അറിയണം. 2, നന്നായി കള്ളം പറയാനും നിൽക്കാനും അറിയണം. അത് രണ്ടും ചേച്ചിക്ക് പറ്റുന്ന പരിപാടിയില്ല. അതുകൊണ്ടുള്ളത് പറയാലോ, ചേച്ചിക്ക് ഈ രാഷ്ട്രീയ പരിപാടി ഒന്നും തീരത്തില്ല. ശരിക്കും പറഞ്ഞാൽ ചേച്ചി BJPയിലല്ല എത്തേണ്ടിയിരുന്നത്, അങ്ങ് കോൺഗ്രസിലായിരുന്നു. അവിടെയാണെങ്കിലും ഈ അടിപിടിയൊക്കെ നടക്കുന്നത്. പക്ഷെ ചേച്ചി എന്തോ ഭയം മാറി BJPയിൽ എത്തിയതാണെന്ന് തോന്നുന്നു. എന്തെന്നെയായാലും സംഭവം മുട്ടം കോമഡി ആയിക്കാണ്. ഇതോടൊക്കെ തന്നെയാണ് നമ്മൾ ഈ BJPക്കാരെ ട്രോളുന്നത്. നമ്മൾ ഇവരെ ട്രോളണ്ട, ഒഴിവാക്കി വിടാന്ന് വിചാരിക്കുമ്പോൾ ഇവരായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി തരാണ്. ഇന്ന മോനെ ട്രോളിക്കൊന്നും പറഞ്ഞുകൊണ്ട് ഇമ്മാതിരി മണ്ടത്തിലൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ നമുക്ക് ട്രോളാതിരിക്കാൻ പറ്റും? നിങ്ങൾ തന്നെ പറ. എന്തായാലും ബാക്കിയൂടെ കേട്ടോക്കാം. കാണാമായിരുന്നു ദൃശ്യങ്ങളിൽ. അയ്യോ, ഇത് എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്റെ പുറകെ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇലക്ഷന് മുമ്പ് എന്നെ ഉപദ്രവിക്കാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കി വിവാദം ഉണ്ടാക്കുകയാണല്ലേ? അതെ, പാവാണ് ചേച്ചി. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പിറകെ നടന്ന് ഉപദ്രവിക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാണ് ചേച്ചി നിങ്ങളോട് ചെയ്തത്? ഒരു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോയനാണ് നിങ്ങൾ ചേച്ചിനെ ഇങ്ങനെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്നത്? മനുഷ്യന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള അവകാശം പോലും ഇല്ലേ? കഷ്ടം തന്നെ കേട്ടത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ. ചേച്ചി വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോയതാണ്, അല്ലാണ്ട് പിണങ്ങി ഇറങ്ങി പോയതൊന്നല്ല. ഇനി ആരും അങ്ങനെ വിചാരിക്കണ്ട. അത് ചേച്ചി തന്നെ പറയണ്ട്. നിങ്ങളൊന്ന് കേട്ടോക്കി. ഞങ്ങള് ഞാൻ എന്റെ കാല് നല്ല പരിക്ക് പറ്റിയിരിക്കുക. ഇല്ല, ഇതെന്തോ സംഭവിച്ച ഞാൻ എന്റെ ഒരു സഹപ്രവർത്തകൻ, എന്റെ സഹോദരനുമായിട്ട് BJPയിലുള്ള എന്റെ സഹോദരൻ ഞാൻ കരുതുന്ന സോമൻജിയുമായിട്ട് ഒരു കാര്യം സംസാരിക്കാൻ ഹോളിന്റെ പുറത്തിറങ്ങി. അതിപ്പോ നിങ്ങൾ എന്തിനാ ഇത്ര വിവാദമാക്കുന്നേ? അതെ, അത്രേ ഉള്ളൂ. പുള്ളിക്കാരുടെ സഹോദരനോട് 2 വാക്ക് പറയാൻ വേണ്ടി പുള്ളിക്കാരൊന്ന് സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങിയതാണ്, അല്ലാണ്ട് പിണങ്ങി ഇറങ്ങിയതൊന്നല്ല കേട്ടോ. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അത്രേ ഉള്ളൂ. അതിനാണ് ഇപ്പൊ നിങ്ങൾ ഓരോന്ന് പഠിച്ചു വിടുന്നത്. അല്ലെങ്കിലും പണ്ടേ മാധ്യമങ്ങൾക്കുള്ളതാണ് ഇല്ലാത്ത കഥകൾ പഠിച്ചു വിടുന്ന പരിപാടി അല്ലേ ചേച്ചി? നമ്മുടെ ചേച്ചി പിണങ്ങി ഇറങ്ങി പോയതൊന്നല്ല. ചേച്ചിക്ക് അങ്ങനെ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് സഹോദരനോട് പെട്ടെന്ന് എന്തോ പറയണമെന്ന് തോന്നി. അപ്പൊ മറന്നു പോകുന്നതിന് മുമ്പ് എന്ന് പറയാമെന്ന് വിചാരിച്ച് അങ്ങ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയതാണ്. അതിന് ഇങ്ങനെയൊക്കെ പറയാന്ന് വെച്ചാ വളരെ മോശമാണ് കേട്ടോ, അല്ലേ ചേച്ചി? എന്തൊക്കെ കേൾക്കണം റബ്ബേ. എന്തായാലും ചേച്ചി കുറച്ചുകൂടെ ഒന്ന് അഭിനയം റെഡിയാക്കാനുണ്ട്. അത് റെഡിയാക്കി കഴിഞ്ഞാണെങ്കിൽ ഒക്കെ സെറ്റാണ്. എന്തായാലും തുടങ്ങിയതല്ലേ ഉള്ളൂ, എക്സ്പീരിയൻസ് ആയി വരുന്നതല്ലേ ഉള്ളൂ. കുറച്ച് ഞാൻ റെഡി ആയിക്കോളൂ. എന്തായാലും അതങ്ങനെ പോകുന്നു. ഇനി നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള V. ശിവൻകുട്ടിയിലേക്ക് വരാം. പുള്ളിക്കാരൻ്റെ അടുത്ത് ഇന്നലെ ഒരു നാഷണൽ മീഡിയ ഇന്റർവ്യൂവിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഫുൾ ഇംഗ്ലീഷിലാണ് കേട്ടോ ഇന്റർവ്യൂ. വേറെ ലെവൽ ഇന്റർവ്യൂ ആണ്. നിങ്ങളൊന്ന് കേട്ടോക്കി. Is a very special guest, the Kerala Education Minister and Senior Left Leader, Mr. Shivankutty. Thank you so much for joining us on the Yatra, sir. I saw you campaigning. It's a very hectic campaign. 2 terms the LDF has been in power. What do you think the election is about? What are the key issues this election for the people? What is the left going with in the election? കേട്ടോളൂ മക്കളെ, പൊട്ടിപ്പാറ്റ് ഇംഗ്ലീഷാണ് വരാൻ പോണത്. ശിവൻകുട്ടി സാറ് തകർക്കണ നിങ്ങൾ കണ്ടോളൂ. നമുക്ക് എന്തായാലും മൂപ്പരെ മറുപടി ഒന്ന് കേട്ടോക്കാം. രണ്ടാമത്തെ പിണറായി ഗവൺമെന്റാണ്. 2016 ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആ 5 വർഷക്കാലം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കോവിഡ്, അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ, അങ്ങനെയൊക്കെ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹാരം കണ്ടുകൊണ്ടാണ് വീണ്ടും 5 വർഷക്കാലം പൂർത്തീകരിച്ച് മത്സരിച്ചത്. അതെ. ചോദിച്ചത് എന്ത്, ഇങ്ങനെ പറയുന്നത് എന്ത്? ചോദ്യം ഒരു വഴിക്ക് പോകുന്നുണ്ട്, മറുപടി വേറെ വഴിക്ക് പോകുന്നുണ്ട്. ചോദിച്ചത് എന്താണ്? ഇലക്ഷനിൽ ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് LDF എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയാണ് ചോദ്യം. അതിന് പുള്ളിക്കാരൻ പറഞ്ഞ മറുപടി എന്താണ്? 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു, കോവിഡിന്റെ സമയത്ത് അത് സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെയാണ് മൂപ്പര മറുപടി. ചക്കാന്ന് ചോദിക്കുമ്പോൾ മാങ്ങാന്ന് മറുപടി പറയാം. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ വിദ്യാഭ്യാസം കൊള്ളാം. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പരിജ്ഞാനവും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന രീതിയും എല്ലാം കൊള്ളാം. ഇങ്ങനെ തന്നെ ആവട്ടെ അടുത്ത വിദ്യാഭ്യാസ മന്ത്രി അല്ലേ? വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ടോ? അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണം നിർബന്ധമൊന്നും ഇല്ല. അതന്നെ ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അത് അവിടെ നിർത്താം. ഇനി നമുക്ക് നേരെ തൃപ്പൂണിത്തറയിലേക്ക് ചെല്ലാം. അവിടുത്തെ 1-നുള്ള NDA സ്ഥാനാർത്ഥി ആരാണ്? അഞ്ജലി നായർ. ഇപ്പൊ അഞ്ജലി നായരുമായി ബന്ധപ്പെട്ട് അവിടെ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് മക്കളെ. എന്താണെന്നല്ലേ, വോട്ടിംഗ് മെഷീനിൽ അഞ്ജലി നായരുടെ പേര് അഞ്ജലി PV ആണ് പോലും. കൂടെയുള്ള നായര് വാല് വോട്ടിംഗ് മെഷീനിൽ ഇല്ല. അത് നമ്മുടെ അഞ്ജലി നായർക്ക് തീരെ അങ്ങോട്ട് പിടിച്ചില്ല. പുള്ളിക്കാർക്ക് ഒരേ ഒരു നിർബന്ധം, വോട്ട് മെഷീനിൽ അഞ്ജലി നായർ തന്നെ പേര് ചേർക്കണം എന്നുള്ളത്. കാരണം എന്നാലല്ലേ ജാതി പേര് പറഞ്ഞ് വോട്ട് പിടിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഉന്നത ജാതിയിൽപ്പെട്ട ആൾക്കാരൊക്കെ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഈ നായർ എന്നുള്ള പേരൊക്കെ കാണുന്ന സമയത്ത് അവർക്കൊരു ഇഷ്ടം തോന്നുമല്ലോ. അപ്പൊ അവരുടെ വോട്ട് കയറുമല്ലോ. അപ്പൊ അതിനു വേണ്ടി എന്താക്കണം? അഞ്ജലി നായർന്ന് കൂടെ ചേർക്കണം. അതിനുവേണ്ടി പിടിപ്പതുമുള്ള ശ്രമത്തിലാണ് നമ്മുടെ അഞ്ജലി നായർ. നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അഞ്ജലി നായർക്ക് പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം. 10 വർഷത്തിലേറെ ആയിട്ട് എന്നെ അഞ്ജലി നായർ എന്നാണ് അറിയപ്പെടുന്നത്. അഞ്ജലി PV എന്ന നമ്മുടെ സ്കൂൾ റെക്കോർഡ്സിൽ ഉണ്ടായിരുന്ന പേര് സിനിമയിൽ വന്നപ്പോൾ അഞ്ജലി എന്ന് മാത്രമായി. അപ്പോൾ മറ്റൊരു അഞ്ജലി ഉള്ളതുകൊണ്ട് ഭാഗ്യാഞ്ജലി എന്നുള്ള പേരിൽ തമിഴ് സിനിമകളിൽ നായികയായി. കാരണം അവിടെ ഒരു അഞ്ജലി ഉള്ളതുകൊണ്ട്. തിരിച്ച് ഞാൻ മലയാള സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭാഗ്യാഞ്ജലി എന്നുള്ള പേരിൽ എന്നെ ഒരിക്കലും മലയാളികൾ അറിയപ്പെടരുതെന്ന് കരുതി വീണ്ടും ഞാനത് അഞ്ജലിയാക്കി. അപ്പോൾ ഉള്ള സിനിമാ പ്രവർത്തകർ പറഞ്ഞതാണ്, ഉറപ്പായിട്ടും നമുക്ക് അഞ്ജലിയുടെ കൂടെ ഒരു എക്സ്ട്രാ ഒരു ടെയിലും കൂടെ വേണ്ടി വരും എന്ന് പറഞ്ഞ സമയത്താണ് എൻ്റെ അച്ഛൻ്റെ പേര് ഗിരിധരൻ നായർ എന്ന ആയതുകൊണ്ട്
എത്രയോ വർഷങ്ങളായിട്ട് എന്നെ അഞ്ജലി നായർ എന്നാണ് അറിയപ്പെടുന്നത്. യൂട്യൂബിലോ മറ്റെവിടെ സെർച്ച് ചെയ്താലും നമുക്കത് കിട്ടുന്നത് ആ പേര്. എന്തൊരു കഷ്ടപ്പാടാണല്ലേ ചേച്ചിക്ക്. ചേച്ചി ഓരോ നാട്ടിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ ഭാഗ്യാഞ്ജലി, കേരളത്തിൽ വെറും അഞ്ജലി, അങ്ങനെ പല പേരിലും അറിയപ്പെടാൻ ചേച്ചിക്ക് താല്പര്യമില്ല. ചേച്ചിക്ക് ഒരൊറ്റ പേരിൽ അറിയപ്പെടാനാണ് താല്പര്യം, അഞ്ജലി നായർ. ആ ജാതി പേര് വെച്ച് തന്നെ ചേച്ചിക്ക് അറിയപ്പെടണം. എന്നാലല്ലേ അതിലൊരു ത്രില്ലുള്ളൂ, എന്നാലല്ലേ ഉന്നത ജാതിയിലുള്ള ആൾക്കാരുടെ വോട്ടിങ് കിട്ടത്തുള്ളൂ. സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചില്ല, അപ്പോഴേക്കും ചേച്ചിന്റെ മനസ്സിൽ ജാതി വരെ കയറിക്കൂടി. ഇനി അഥവാ അവരൊക്കെ അങ്ങോട്ട് ജയിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ എന്താണാവോ എന്തോ. ഇവിടെ എല്ലാവരും ജാതി പേര് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ അഞ്ജലി നായർ മാത്രം നേരെ തിരിച്ചാണ്, ഇല്ലാത്ത ജാതി പേര് കൂട്ടിച്ചേർക്കാനാണ് നോക്കുന്നത്. കൊള്ളാം, സ്ഥാനാർത്ഥി ആയാൽ ജനപ്രതിനിധി ആയാൽ ഇങ്ങനെ തന്നെ വേണം. ഒട്ടും മനസ്സിൽ ജാതി ചിന്ത ഇല്ലാത്തൊരു സ്ഥാനാർത്ഥി അല്ലേ. എന്തായാലും ചേച്ചി പിടിപ്പതി ശ്രമിച്ചിട്ടും നടന്നില്ല കേട്ടോ. വോട്ട് മിഷീനിൽ അഞ്ജലി PV തന്നെ പേര് വരുമെന്നായി. അതോടെ ചേച്ചി ആകെ ധർമ്മസങ്കടത്തിലായി. നമുക്ക് എന്തായാലും ചേച്ചിയുടെ സങ്കടം ഒന്ന് കണ്ടോക്കാം. പേരിന്റെ പ്രശ്നം തീർന്നില്ലേ? തീർന്നില്ല മോനെ, തീർന്നില്ല. സാരല്ല, നമ്മള് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. നമുക്ക് 2-3 ദിവസമേ ഉള്ളൂ. ചേട്ടാ, വോട്ട് തക്ക ചിഹ്നമാണ് കേട്ടോ. അതെ, ഇവർക്ക് തന്നെ വോട്ട് കൊടുക്കുക, എന്നിട്ട് ഇവരെ തന്നെ വിജയിപ്പിക്കുക. നാട്ടിൽ ജാതി വേർതിരിവൊക്കെ വരട്ടെ അല്ലെ. എന്തായാലും ചേച്ചി പിടിപ്പതിൽ ശ്രമിച്ചിട്ടും ചേച്ചിയുടെ പേരിന്റെ കൂടെ നായരെന്ന് ചേർത്ത് കൊടുക്കാത്ത ഇലക്ഷൻ കമ്മീഷൻ എന്റെ വക ബിഗ് സല്യൂട്ട്. അങ്ങനെ ഇവിടെ ആരും ജാതി പേര് വെച്ച് വോട്ട് പിടിക്കേണ്ട കേട്ടോ. എന്തായാലും അങ്ങനെ പോകുന്ന അഞ്ജലി നായരുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾ. ഇനി നമുക്ക് നേരെ ഗുരുവായൂരിലേക്ക് വരാം. അവിടെ ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കുന്ന ആരാണ്? അഡ്വക്കേറ്റ് P. ഗോപാലകൃഷ്ണൻ. പുള്ളിക്കാരനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. വാ തുറന്ന വർഗീയത മാത്രമേ പറയത്തുള്ളൂ, മൂപ്പർക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. ഗുരുവായൂരിൽ ഇന്നേ വരെ ഒരു മുസ്ലിം MLA വന്നിട്ടില്ല. ഗുരുവായൂരിൽ ആദ്യമായിട്ട് ഒരു ഹിന്ദു MLA വേണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് ഈ പറയുന്ന P. ഗോപാലകൃഷ്ണൻ. അപ്പൊ തന്നെ മൂപ്പരുടെ ഉള്ളിലെ വർഗീയത എത്രത്തോളാണെന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കഴിഞ്ഞില്ല, മൂപ്പർ ഇന്നലെയും ഒരു വർഗീയ പരാമർശം നടത്തി എന്നുള്ളതാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു. നമസ്കാരം. ഞാൻ ഏങ്ങണ്ടിയൂർ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള, ഒരു പക്ഷേ ചുറ്റും വെള്ളം, കായല്, മനോഹരമായ തീരം, ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി, ഞാൻ വന്ന വഴിയുടെ പേര് ഞാൻ ശ്രദ്ധിച്ചു. ആ വന്ന വഴിയുടെ പേര് ടിപ്പു സുൽത്താൻ വഴി എന്നാണ്. വാസ്തവത്തിൽ എത്രയോ മഹാന്മാരുടെ നാടാണ് ഈ ഏങ്ങണ്ടിയൂര്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചരിത്ര രചനയിൽ ഭാരത പാരമ്പര്യവും ഭാരതീയ സംസ്കാരവും ഭാരതത്തിന്റെ പൈതൃകവും എല്ലാം എഴുതിയിട്ടുള്ള വേലായുധൻ പണിക്കശ്ശേരിയുടെ വീട്, തറവാട്, ആ തറവാട്ടിലേക്ക് വരുന്ന ആ വഴിയുടെ പേര് ടിപ്പു സുൽത്താൻ റോഡെന്നാണ്. ടിപ്പു സുൽത്താനും ഈ നാടും തമ്മിൽ എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. ടിപ്പു സുൽത്താൻ ഈ നാട്ടിൽ ആക്രമിച്ചു വന്നയാളാണ്. ആക്രമിച്ചു വന്നു മാത്രമല്ല, ക്ഷേത്രങ്ങൾ തകർത്തു, ഹിന്ദുക്കളെ കൊന്നൊടുക്കി, എത്ര കൊലപാതകങ്ങൾ ചെയ്തു. ഈ ഗുരുവായൂർ മണ്ഡലത്തിലടക്കം അദ്ദേഹം ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിലാണ് റോഡ്. എന്തുകൊണ്ട്? വേലായുധൻ പണിക്കശ്ശേരി എന്ന് പറയുന്ന ഭാരതത്തിന്റെ, കേരളത്തിന്റെ, ഈ നാടിന്റെ ഒക്കെ ചരിത്രം രചിച്ച ആ മാന്യ അദ്ദേഹത്തിന്റെ പേര് എന്തുകൊണ്ട് ആ റോഡിന് ഇടുന്നില്ല? എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ഇത് മാറണ്ടേ? ഇത് മാറുക തന്നെ ചെയ്യണം. ടിപ്പു സുൽത്താനെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേലായുധൻ പണിക്കശ്ശേരിയെ പോലെ ഏങ്ങണ്ടിയൂരിന്റെ മഹത്വം വളർത്തുന്ന ആളുകളെയാണ്, അവരുടെ പേരാണ് ഓർമ്മയിൽ നിലനിൽക്കേണ്ടത്. എന്ത് പറയാനാണ് ഇയാളോടൊക്കെ അല്ലേ. ഇങ്ങനെ എന്തോ ഏങ്ങാണ്ടിയൂര് സന്ദർശിക്കാൻ പോയ സമയത്ത് അവിടെ ഒരു റോഡിന്റെ പേര് ടിപ്പു സുൽത്താൻ റോഡ് എന്ന് കണ്ട്, അതോടെ ഇങ്ങേർക്ക് അങ്ങോട്ട് ഹാലളിക്കി. അങ്ങനെ ഒരു മുസ്ലിമിന്റെ പേര് ഇവിടെ റോഡിന് വേണ്ട, ഒരു ഹിന്ദുവിന്റെ പേര് തന്നെ വരട്ടെ. ഗുരുവായൂരിൽ ജീവിച്ചിരുന്നവർ അറിയപ്പെട്ട ഒരു ഹിന്ദു ആണല്ലോ ഈ വേലായുധേട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ മൂപ്പരെ പേര് തന്നെ വരട്ടെ. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, ക്യാമറ ഓൺ ആക്കി മൂപ്പര് ഒരു ചാമ്പി. ഈ റോഡിന്റെ പേര് മാറ്റണം, വേലായുധേട്ടന്റെ പേരാക്കണം, ടിപ്പു സുൽത്താന്റെ പേര് അങ്ങ് മായ്ച്ചു കളയണം. ടിപ്പു സുൽത്താൻ ഇവിടെ ആക്രമിച്ചു വന്നതാണ്, ഹിന്ദുക്കളെ കൊന്നൊടുക്കിയതാണ്, മൂപ്പരുടെ പേര് ഈ റോഡിനിടാൻ ഒരു അർഹതയും ഇല്ല. പേര് മാറട്ടെ, വേലായുധൻ റോഡ് എന്നാക്കട്ടെ എന്നായി മൂപ്പരുടെ വർത്താനം. ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ആ സ്ഥലത്ത് റോഡിന്റെ പേര് നോക്കിയവരെ വർഗീയത പറയാന്നൊക്കെ പറഞ്ഞാൽ എവിടെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ. പുന്നാര ഗോപാലേട്ടെ, ഇതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളാണ്. പണ്ട് ടിപ്പു സുൽത്താൻ ഗുരുവായൂരിൽ വന്നു പോയതുകൊണ്ടാകാം അവിടെ ടിപ്പു സുൽത്താന്റെ പേരിട്ടത്. ഇനി ഇടാതിരിക്കുക എന്താ ചെയ്തോട്ടെ, അതിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയും ഇല്ല. ഇനി അവിടെ ടിപ്പു സുൽത്താന്റെ പേര് മാറ്റിയിട്ട് വേലായുധേട്ടന്റെ പേരിട്ട് കഴിഞ്ഞാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അവിടെ പേര് മാറ്റേണ്ട യാതൊരു ആവശ്യമില്ല. മറിച്ച് ആ റോഡിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ റോഡിന് വല്ല കുണ്ടും കൊയ്യോ അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കും. ഇന്നത്തെ കാലത്ത് അതാണ് ആവശ്യം, അല്ലാണ്ട് പേര് മാറ്റുന്നൊന്നല്ല ഇന്നത്തെ കാലത്ത് ആവശ്യം. ഇതൊക്കെ എന്ത് തരം വർഗീയതയാണേ. ഇതിപ്പോ ഇയാൾ വന്ന് ഗുരുവായൂരിൽ BJPക്ക് കിട്ടേണ്ട വോട്ടും കൂടി ഇല്ലാതാക്കല്ലോ. നാണമുണ്ട് ഇങ്ങനെ പച്ചക്ക് വന്നിരുന്ന് വർഗീയത വിളമ്പാൻ. ഇത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോ തന്നെ എങ്ങനെ ഇനി എങ്ങനെ അധികാരം കിട്ടിയ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. ഇപ്പൊ ഇവർക്ക് ഒരു റോഡിന്റെ പേര് മുസ്ലിം നാമധാരിയുടേതായത് മാത്രമേ പിടിക്കാത്തതായിട്ടുള്ളൂ. നാളെ ഒരു അധികാരത്തിൽ വന്നു കഴിഞ്ഞാണെങ്കിൽ ഇവർക്ക് മുസ്ലിമിനെ കാണുന്നതേ പിടിക്കത്തില്ല, എല്ലാത്തിനും ആട്ടി ഓടിക്കലായിരിക്കും കൊടുത്തു. കഷ്ടം എന്നല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാം. എന്തായാലും കൊള്ളാം, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് നേരെ ഏറനാട്ടിലേക്ക് പോകാം. അവിടെ NDAക്ക് വേണ്ടി മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് N. പ്രകാശനാണ്. മൂപ്പർ ഇന്നലെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയ സമയത്ത് ഒരു പരിപാടി ഒപ്പിച്ചു വെച്ചു. BJP ഒരു മതസൗഹാർദ്ദ പാർട്ടിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പർ ആ പരിപാടി ഒപ്പിച്ചത്. അതെന്താണെന്നല്ലേ നിങ്ങൾ എന്നെ ഒന്ന് കണ്ടുനോക്കി. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഹജ്ജിനും മറ്റേ പോണ ആളുകൾക്ക്
ഹജ്ജിന്റെ കോട്ട വളരെയധികം വർദ്ധിപ്പിച്ചു. അറിഞ്ഞോ നിങ്ങൾ? ഹജ്ജിന്റെ കോട്ട വർദ്ധിപ്പിച്ച മാത്രമല്ല, എത്ര ഉപകാരം ജനങ്ങൾക്ക് ചെയ്തതെന്നറിയോ? നിങ്ങളെപ്പോലെ ആൾക്കാർ കൂടെ വന്നാലേ ജനങ്ങളെ തെറ്റിദ്ധാരണ മാറ്റാൻ പറ്റുള്ളൂ. ഇത് ആൾക്കാർ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് നിൽക്കുകയാണ്. BJP വലിയൊരു സംഭവമാണ്. മുസ്ലിങ്ങൾക്കെതിരല്ല, മുസ്ലിങ്ങൾക്ക് അല്ല, രാജ്യത്തെ എല്ലാവർക്കും അനുകൂലമാണ്. പ്രീണനം ഇല്ല, എല്ലാവരും തുല്യ നീതി കൊടുക്കുന്നു. സഹായിക്കും. എന്തായാലേ വോട്ട് കിട്ടാൻ വേണ്ടി എന്തൊക്കെ തരികിടാണ് പറയുന്നത്. BJP മുസ്ലിങ്ങൾക്ക് വേണ്ടി നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ പോലും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, പറഞ്ഞാൽ കൂടി പോകും. ഒരുത്തനപ്പുറത്തുനിന്ന് പച്ചക്ക് വർഗീയത പറയുമ്പോൾ വേറൊരുത്തൻ ഇപ്പുറത്തുനിന്നു മതസൗഹാർദ്ദം കൂട്ടുപിടിക്കാൻ നോക്കുന്നു. എന്തൊക്കെ കാണണല്ലേ. എന്തായാലും ഈ വീഡിയോക്ക് താഴെ മൂപ്പര് തോളിൽ കയറ്റ ഉസ്താദിന്റെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനന്ന് വായിച്ചുതരാം. ആരും വഞ്ചിതരാവരുത്, ഈ വീഡിയോ തികച്ചും യാദൃശികമാണ്. ഞാനൊന്നും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. അയാൾ വോട്ട് ചോദിച്ചു വന്നു, അത്രേ ഉള്ളൂ. ഇയാൾ പറയുന്നതുമായ ഇയാളുടെ പാർട്ടിയുമായ ഞാനുമായി ഒരു ബന്ധവുമില്ല. കണ്ടോ, ഇതാണ് സത്യം. ഈ ഉസ്താദ് വോട്ട് ചോദിച്ചു വന്ന സമയത്ത് തിരിച്ചൊന്നും പറയണ്ടെന്ന് കരുതി മൂപ്പര് പറയുന്നതും കേട്ട് നിന്ന് മൂപ്പർ അത് മുതലാക്കി ഒരു വീഡിയോ എടുത്തങ്ങ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. എന്തിനും BJP മതസൗഹാർദ്ദ പാർട്ടിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ കസർത്ത് കാണണല്ലേ. എന്തായാലും ആ തന്ത്രം പൊളിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കഴിഞ്ഞില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വണ്ണിന്റെ ഉള്ളി അഖിൽ മാരാറിലേക്ക് വരാം. അഖിൽ മാരാറുടെ ഒരു വമ്പൻ പ്രചരണ പരിപാടി ഇന്നലെ നടന്നു മക്കളെ. നിങ്ങളൊന്ന് കണ്ടോക്കി. വമ്പൻ ജനസാഗരായിരുന്നു. നിങ്ങൾ കണ്ടന്റ് ഒന്ന് മനസ്സിലാക്കിക്കോളൂ. മാറ്റം വേണം, NDA വരണം. നമ്മുടെ സ്ഥാനാർത്ഥി അഖിൽ മാരാർ, നമ്മുടെ ചിഹ്നം ചക്ര. ഹലോ, റോട്ടുണ്ടോ? എന്താണ് അഖിലേട്ട, ഒരു പട്ടിക്കുഞ്ഞിനെ പോലും കാണാനില്ലല്ലോ. ഇനി ഇങ്ങേര് വരുന്ന പ്രമാണിച്ച് എല്ലാവരും വീട്ടിൽ കയറി ഒളിച്ചോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. വന്ന് അഖിലേട്ടന് ഒരു പട്ടി പോലും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. എന്ത് പറയാനല്ലേ, ഇങ്ങനെ ഒരു ഗതികെട്ട ഒരു സ്ഥാനാർത്ഥി. എന്തായാലും ആളുകളൊന്നും തന്നെ പ്രചരണ പരിപാടിക്ക് കൂടുന്നില്ല എന്ന് കണ്ടപ്പോൾ അഖിലേട്ടൻ എന്താക്കിയെന്ന് അറിയോ? നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു പ്രചരണ പരിപാടി നടത്തി. അത് അതിനേക്കാളും കോമഡിയാണ്. ഒന്ന് കണ്ടുനോക്കി. അല്ല, ആ ഇടതുഭാഗത്ത് നിൽക്കുന്ന പ്രതിമ എവിടെ സ്ഥാപിക്കാൻ കൊണ്ടുപോവാണ്? അല്ല, എനക്കൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. സുരേഷ് ഗോപി സാർ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് അനങ്ങാണ്ട് നിൽക്കുന്നുണ്ടല്ലേ. എന്തോ എന്തായാലും ഇനി പ്രചരണത്തിന് വന്ന സ്ഥിതിക്ക് സുരേഷ് ഗോപിനെ പുകഴ്ത്തിക്കൊണ്ട് അഖിൽ മാരാർ എന്തോ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും കൂടി കേട്ടു നോക്കാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യരാണ്. അപഹസിക്കാം, പരിഹസിക്കാം, പക്ഷെ ഈ മനുഷ്യനെ ഒരിക്കലും നിങ്ങൾക്ക് ജനഹൃദയങ്ങളിൽ നിന്നും മായ്ച്ചു കളയാൻ കഴിയില്ല. അത് ശരിയാണ്. ഒരിക്കലും ഇയാളെ ജനഹൃദയത്തിൽ നിന്നും മായ്ച്ചു കളയാൻ കഴിയില്ല. കാരണം അമ്മാതിരി വെറുപ്പിക്കലല്ലേ ഈ കാലയളവിനുള്ളിൽ ഇയാൾ വെറുപ്പിച്ചു കൂട്ടിയത്. അതുകൊണ്ട് തന്നെ ജനഹൃദയങ്ങളിൽ, പ്രത്യേകിച്ച് തൃശ്ശൂരുകാരുടെ ജനഹൃദയങ്ങളിൽ നിന്നും ഇയാൾ പെട്ടെന്നൊന്നും മായ്ച്ചു കളയാൻ പറ്റൂല. എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ നൽകി വോട്ടും പിടിച്ച് പോയതാണ് ഈ മനുഷ്യന്. പിന്നെ കാണുന്നത് ഇപ്പോഴാണ്. എന്തായാലും കൊള്ളാം, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. തൽക്കാലം ഇന്നത്തെ ഇലക്ഷൻ കോമഡികൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി അടുത്ത പാട്ടുമായിട്ട് വീണ്ടും കാണാം.